പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജോഗ്രഫി എന്ന വിഭാഗത്തിലെ ഫാക്ട്സ് അബൌട്ട് കേരള എന്നൊരു ടോപ്പിക്കാണ്. നോക്കാം. കേരളത്തിൽ നമുക്കറിയാം കേരളത്തിലെ ആകെ ജില്ലകൾ 14 എണ്ണമാണെന്ന് അറിയാം. ഇനി ജില്ലാ പഞ്ചായത്ത്, കേരളത്തിൽ 14 ജില്ലാ പഞ്ചായത്തുകളുണ്ട്. അതുപോലെ കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകൾ 152ആണ്. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം 152ആണ്. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകൾ 941 ഗ്രാമപഞ്ചായത്തുണ്ട്. കേരളത്തിൽ 941 ഗ്രാമപഞ്ചായത്ത്, 152 ബ്ലോക്ക് പഞ്ചായത്ത്, 14 ജില്ലാ പഞ്ചായത്ത്. മുനിസിപ്പാലിറ്റികളാണെങ്കിലോ 87 മുനിസിപ്പാലിറ്റികളുണ്ട് കേരളത്തിൽ. 87 മുനിസിപ്പാലിറ്റികളാണ് കേരളത്തിലുള്ളത്. 87 മുനിസിപ്പാലിറ്റികളുണ്ട്. അതുപോലെ കോർപ്പറേഷൻ ആണെങ്കിൽ 6 കോർപ്പറേഷനുണ്ട്. കേരളത്തിലെ കോർപ്പറേഷനുകളുടെ എണ്ണം 6ആണ്. മുനിസിപ്പാലിറ്റികൾ 87 എണ്ണമാണ്. ഇനി കേരളത്തിലെ ഒരേ ഒരു കന്റോൺമെന്റ് മാത്രമേ ഉള്ളൂ, അത് കണ്ണൂരാണ്. കേരളത്തിലെ ഏക കന്റോൺമെന്റ് ഏതാണ്? കണ്ണൂർ. ഇനി നമ്മളിപ്പോ കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ എത്ര? 140 നിയമസഭാ മണ്ഡലങ്ങളാണ് കേരളത്തിലുള്ളത്. 140 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അതുപോലെ ലോകസഭാ സീറ്റുകൾ കേരളത്തില് 20 ലോകസഭാ സീറ്റുണ്ട്. രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം 9ആണ്. കേരളത്തിലെ നിയമസഭാ മണ്ഡലം 140, ലോകസഭാ സീറ്റ് 20 എണ്ണമാണ്, രാജ്യസഭാ സീറ്റ് 9ആണ്. ഇനി കേരളത്തിലെ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളുടെ എണ്ണം 4ആണ്. കേരളത്തിലെ 4 റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകളുണ്ട്. അതുപോലെ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളുടെ എണ്ണം 188ആണ്. കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകളുടെ എണ്ണം എത്രയാണ്? 188ആണ്. കേരളത്തിലെ റീജിയണൽ പാസ്പോർട്ടുകളുടെ എണ്ണം 4, റെയിൽവേ സ്റ്റേഷനുകളുടെ എണ്ണം 188ആണ്. ക്ലിയർ ആയെന്ന് കരുതുന്നു. ഇനി നമുക്ക് കേരളത്തിന്റെ ഡെമോഗ്രാഫിക് ഫീച്ചേഴ്സുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നോക്കാം. കേരളത്തിന്റെ സെക്സ് റേഷ്യോ, സ്ത്രീ പുരുഷ അനുപാതം, അത് 1084:1000 അതായത് 1084 സ്ത്രീകൾക്ക് 1000 പുരുഷന്മാർ എന്ന തോതിലാണ് കേരളത്തിന്റെ സ്ത്രീ പുരുഷ അനുപാതം. മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ സ്ത്രീ പുരുഷ അനുപാതം കൂടിയ സംസ്ഥാനമാണ് നമ്മുടെ കേരളം. 1084:1000 കേരളത്തിന്റെ സ്ത്രീ പുരുഷ അനുപാതം. ഇനി കേരളത്തിന്റെ സാന്ദ്രത, ഡെൻസിറ്റി എന്ന് പറയുന്നത് 859ആണ്. ഒരു ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തെ അധിവസിക്കുന്ന ജനങ്ങളുടെ എണ്ണമാണ് സാന്ദ്രത എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 859 കേരളത്തിന്റെ സാന്ദ്രത. ഇനി കേരളത്തിന്റെ ആയുർദൈർഘ്യം, കേരളത്തിലെ ശരാശരി ആയുർദൈർഘ്യം 71 വയസ്സാണ്. കേരളത്തിലുള്ളവരുടെ ശരാശരി ആയുർദൈർഘ്യം കണക്കാക്കിയിരിക്കുന്നത് 71 വയസ്സാണ്. അതിൽ പുരുഷന്മാരുടേത് 71 വയസ്സും സ്ത്രീകളുടെ ശരാശരി ആയുർദൈർഘ്യം 73.62 വയസ്സുമാണ്. ഇപ്പോൾ പുരുഷന്മാരുടേത് 71, സ്ത്രീകളുടെ ശരാശരി ആയുർദൈർഘ്യം 73.62ആണ്. അടുത്തത് കേരളത്തിലെ സാക്ഷരതാ നിരക്ക് 93.91%. കേരളത്തിലെ സാക്ഷരതാ നിരക്ക് എത്രയാണ്? 93.91%. അതിൽ പുരുഷ സാക്ഷരതയാണ് കൂടുതൽ. പുരുഷ സാക്ഷരതാ നിരക്ക് 96.02%. സ്ത്രീ സാക്ഷരതാ നിരക്ക് 91.98%. അപ്പോൾ കേരളത്തിലെ മൊത്തത്തിലുള്ള സാക്ഷരതാ നിരക്ക് വരുന്നത് 93.91%. പുരുഷ സാക്ഷരത വരുമ്പോൾ 96.02%. സ്ത്രീ സാക്ഷരത 91.98%. അടുത്ത് നമുക്ക് നോക്കാം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ്, അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ആനമുടി ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിലെ മൂന്നാർ പഞ്ചായത്തിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ മാത്രമല്ല ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ഈ ആനമുടി. ആനമുടിയുടെ ഉയരം നോക്കാം. 2695 മീറ്റർ. എത്രയാണ്? 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം. ഇത് ഫീറ്റിൽ, അടിയിൽ പറയുകയാണെങ്കിൽ 8842 അടിയാണ് ആനമുടിയുടെ ഉയരം വരുന്നത്. മീറ്ററിലാണെങ്കിൽ 2695 മീറ്റർ, 8842 അടിയാണ്. പിന്നെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ്. അതുപോലെ ഈ ആനമുടി പെരിയാർ ബേസിനിലെ ഉയർന്ന ഭാഗം കൂടിയാണ്. പെരിയാർ ബേസിനിലെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് ആനമുടി കൊടുമുടി. ഓക്കെ, മറ്റൊരു ഭാഗത്തേക്ക് നോക്കാം.
നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ്. അപ്പോൾ ഈ തിരുവനന്തപുരത്തിന് ഒരു വിശേഷണമുണ്ട്, നിത്യഹരിത നഗരം. അപ്പോൾ കേരളത്തിലെ നിത്യഹരിത നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ്. അപ്പോൾ കേരളത്തിലെ നിത്യഹരിത നഗരം എന്ന് തിരുവനന്തപുരത്തെ വിശേഷിപ്പിച്ചതാരാണ്? മഹാത്മാഗാന്ധി. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണ് നിത്യഹരിത നഗരം എന്ന് തിരുവനന്തപുരത്തിന് വിശേഷണം നൽകിയത്. അതുപോലെ ഇപ്പോൾ 1956 കേരളത്തിന്റെ തലസ്ഥാനമായിട്ട് തിരുവനന്തപുരം മാറുന്നത്. അപ്പോൾ ആ ടൈമിൽ ഈ തിരുവനന്തപുരം കേരളത്തിന്റെ തലസ്ഥാനമാക്കണം എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച ആളാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള. തിരുവനന്തപുരമാണ് കേരളത്തിന്റെ തലസ്ഥാനമാക്കേണ്ടത് എന്ന് നിർദ്ദേശിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ്. അപ്പോൾ ഈ ടൈമിൽ മറ്റ് 2 ജില്ലകളെ കൂടി പരിഗണിച്ചിരുന്നു കേരളത്തിന്റെ തലസ്ഥാനമാക്കാൻ വേണ്ടി. അത് എറണാകുളവും തൃശ്ശൂരുമാണ്. എറണാകുളം ജില്ലയെയും തൃശ്ശൂർ ജില്ലയെയും തലസ്ഥാനമാക്കണം എന്ന ഒരു പരിഗണന നൽകിയിരുന്നു. പക്ഷെ ഫൈനലി വന്നത് തിരുവനന്തപുരമാണ്. അതുപോലെ കേരളവുമായി അതിർത്തി പങ്കിടുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമുണ്ട്, യൂണിയൻ ടെറിട്ടറി ഉണ്ട്. അത് പുതുച്ചേരി അല്ലെങ്കിൽ പോണ്ടിച്ചേരിയാണ്. പോണ്ടിച്ചേരിയിലെ മാഹി ജില്ലയാണ് കേരളവുമായി അതിർത്തി പങ്കിടുന്ന കേന്ദ്രഭരണ പ്രദേശം. ഇനി മാഹിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഈ വേറൊരു രാജ്യം സീഷെൽസ് എന്ന് പറയുന്ന രാജ്യത്തിൽ മാഹി എന്ന പേരിൽ ഒരു ദ്വീപുണ്ട്. അപ്പോൾ മാഹി എന്ന പേരിൽ ദ്വീപുള്ള രാജ്യം ഏതാണെന്ന് ചോദിക്കാം. ഇത് സീഷെൽസ് ആണ്. മാഹി എന്ന പേരിൽ ദ്വീപുള്ള രാജ്യമാണ് സീഷെൽസ്. ഇനി നമുക്ക് കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പമാണ് കണിക്കൊന്ന. നമുക്കറിയാം കണിക്കൊന്നയുടെ ഇംഗ്ലീഷ് നാമമാണ് ഇന്ത്യൻ ലാബേർണം. അപ്പൊ ഇന്ത്യൻ ലാബേർണമാണ് കണിക്കൊന്ന. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം ഏതാണ്? കാസിയ ഫിസ്റ്റുല. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമമാണ് കാസിയ ഫിസ്റ്റുല. ഇംഗ്ലീഷ് നാമം ഇന്ത്യൻ ലാബേർണം. അതുപോലെ കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷമാണ് തെങ്ങ്. തെങ്ങിന്റെ ശാസ്ത്രീയ നാമമാണ് കൊക്കോസ് ന്യൂസിഫെറ. കൊക്കോസ് ന്യൂസിഫെറയാണ് തെങ്ങിന്റെ ശാസ്ത്രീയ നാമം. തെങ്ങ് ഇത് അരക്കേസിയ എന്ന് പറയുന്ന ഒരു സസ്യ കുടുംബത്തിൽ വരുന്ന ഒരു മരമാണ് തെങ്ങ്. തെങ്ങ് ഉൾപ്പെടുന്ന സസ്യ കുടുംബം അരക്കേസിയയാണ്, ഓർത്തു വെക്കണം. അതുപോലെ മാലിദ്വീപ്, നമ്മുടെ ഒരു അയൽരാജ്യമായ മാലിദ്വീപിന്റെ ഔദ്യോഗിക വൃക്ഷവും തെങ്ങാണ്. മാലിദ്വീപിന്റെ ഔദ്യോഗിക വൃക്ഷവും അല്ലെങ്കിൽ ദേശീയ വൃക്ഷവും തെങ്ങാണ്. ഇനി വേഴാമ്പൽ, നമുക്കറിയാം നമ്മുടെ സംസ്ഥാന പക്ഷിയാണ് അല്ലെങ്കിൽ ഔദ്യോഗിക പക്ഷിയാണ് വേഴാമ്പല്. വേഴാമ്പലിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? ബ്യൂസെറസ് ബൈക്കോർണിസ്. ബ്യൂസെറസ് ബൈക്കോർണിസ് എന്നറിയപ്പെടുന്നത് വേഴാമ്പലാണ്. അപ്പോൾ ഈ വേഴാമ്പൽ അരുണാചൽ പ്രദേശിലെ, നമ്മുടെ ഒരു സംസ്ഥാനം അരുണാചൽ പ്രദേശിലെയും ഔദ്യോഗിക പക്ഷിയാണ് വേഴാമ്പൽ. വേഴാമ്പൽ കേരളത്തിലെയും ഔദ്യോഗിക പക്ഷിയാണ്. അതുപോലെ അരുണാചൽ പ്രദേശിലെയും ഔദ്യോഗിക പക്ഷി വേഴാമ്പൽ തന്നെയാണ്. ചിലപ്പോൾ ചോദിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ വേഴാമ്പൽ ഔദ്യോഗിക പക്ഷിയായ ഇന്ത്യൻ സംസ്ഥാനം കേരളത്തിന് പുറത്തുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിക്കാം. അത് അരുണാചൽ പ്രദേശാണ്. അതുപോലെ ആന, നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാന മൃഗമാണ് ആന. ആനയുടെ ശാസ്ത്രീയ നാമം എന്താണ്? എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നാണ്. ആനയുടെ ശാസ്ത്രീയ നാമം എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നാണ്. ആന ഉൾപ്പെടുന്നത് എലിഫന്റിഡെ കുടുംബത്തിലാണ്. അതുപോലെ പ്രൊബോസിഡിയ എന്ന ഓർഡറിലാണ്. അപ്പോൾ എലിഫന്റിഡെ കുടുംബത്തില് പ്രൊബോസിഡിയ ഓർഡറിലാണ് ആന ഉൾപ്പെടുന്നത്. അതുപോലെ കർണാടക, ജാർഖണ്ഡ് ഈ 2 സംസ്ഥാനങ്ങളിലും അവിടുത്തെ ഔദ്യോഗിക മൃഗവും ആനയാണ്. ആന കേരളത്തിലെ മാത്രമല്ല കർണാടക, ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ഔദ്യോഗിക മൃഗവും ആനയാണ്. ഐവറി കോസ്റ്റ് വേറൊരു രാജ്യമാണ്. ഐവറി കോസ്റ്റിന്റെ ദേശീയ മൃഗം ആനയാണ്. അപ്പോൾ ആന ദേശീയ മൃഗമായ മറ്റൊരു രാജ്യമുണ്ട്, അത് ഐവറി കോസ്റ്റ് ആണ്. കർണാടക, ജാർഖണ്ഡ് നമ്മുടെ ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്. അവിടുത്തെ ഔദ്യോഗിക മൃഗം ആനയാണ്. അടുത്തത് കരിമീൻ. കരിമീൻ നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാന മത്സ്യമാണ് കരിമീൻ. കരിമീന്റെ ഇംഗ്ലീഷ് നാമം എന്താണ്? പേൾ സ്പോട്ട് എന്നറിയപ്പെടുന്നത് കരിമീനാണ്. കരിമീനിന്റെ ശാസ്ത്രീയ നാമമാണ് എട്രോപ്ലസ് സുരാറ്റൻസിസ്. എട്രോപ്ലസ് സുരാറ്റൻസിസ് ആണ് കരിമീനിന്റെ ശാസ്ത്രീയ നാമം. കരിമീൻ എവിടെ? കരിമീൻ നമ്മുടെ കേരളത്തിലെ പുറത്ത് ശ്രീലങ്കയിലും കരിമീൻ കാണപ്പെടുന്നുണ്ട്. അടുത്തത് ചക്ക. നമുക്കറിയാം ചക്ക കേരളത്തിന്റെ സംസ്ഥാന ഫലമാണ് ചക്ക. കേരളത്തിന്റെ ഔദ്യോഗിക ഫലമായത് 2018 അത് പ്രഖ്യാപിച്ചത് നമ്മുടെ അന്നത്തെ കൃഷിമന്ത്രി VS സുനിൽകുമാറാണ് 2018 ചക്കയെ ഔദ്യോഗിക ഫലമായിട്ട് പ്രഖ്യാപിച്ചത്.
നേരത്തെ നമ്മൾ പറഞ്ഞു ആനമുടി ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണെന്ന് പറഞ്ഞു. ഈ ആനമുടിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു നാഷണൽ പാർക്കുണ്ട്. അത് ഇരവികുളം നാഷണൽ പാർക്കാണ്. അപ്പോൾ ഇരവികുളം നാഷണൽ പാർക്ക് ആനമുടിയുടെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഇരവികുളം നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗമാണ് വരയാട്. അതായത് നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്ന് ശാസ്ത്രീയ നാമമുള്ള വരയാട്. നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നാണ് വരയാടിന്റെ ശാസ്ത്രീയ നാമം. അതുപോലെ മറ്റൊരു ജീവി അവിടെ കാണപ്പെടുന്നുണ്ട്, നീർനായ. നീലഗിരി മാർട്ടൻ എന്നറിയപ്പെടുന്ന ഒരുതരം നീർനായയും ഈ ഇരവികുളം നാഷണൽ പാർക്കിലുണ്ട്. അതുപോലെ ഈ നീലഗിരി എന്ന് പറയുന്നത് വൺ ഓഫ് ദ യുനെസ്കോയുടെ 20 ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് ഈ നീലഗിരി. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ മലനാട് ഭാഗത്ത് വരുന്ന പശ്ചിമഘട്ടം യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരയുമായിട്ട് താരതമ്യം ചെയ്ത് കാണുന്നുണ്ട്. അതായത് ആൽപ്സിലെ ജൈവ വൈവിധ്യവും നമ്മുടെ പശ്ചിമഘട്ടത്തിലെ ജൈവ വൈവിധ്യവും ഏതാണ്ടൊക്കെ ഏറെക്കുറെ സെയിം ആണ്, അല്ലെങ്കിൽ അത്രത്തോളം പ്രാധാന്യമുള്ള യൂറോപ്പിലെ ആൽപ്സ് പർവ്വതത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അതുപോലെ തന്നെ പശ്ചിമഘട്ടത്തിനും നമ്മുടെ കേരളത്തിൽ ഇമ്പോർട്ടൻസ് ഉണ്ട്. കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെന്ന് കരുതുന്നു. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.